ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. നീ എന്തിനാ ലീവ് എടുത്ത്? അങ്കിൾ വരുമ്പോ സ്വരായിട്ട് സംസാരിക്കാനെന്ന് കരുതിയ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണപ്പൊതി ഉണ്ടായോ? ഇയാളേതാ? ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്. ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും. ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. ഈ ബാഗും കുടയോ കണ്ടപ്പോ സംശയിച്ചു പോയതാ. ഇരിക്കും. അങ്കിൾ മനസ്സിലായില്ലേ പൂങ്കിനാവ് വാരികയുടെ? മനസ്സിലായി. ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു. പ്രസിദ്ധീകരിച്ചോ? ഇല്ല, കണ്ടില്ല. കൊള്ളുകയല്ലായിരിക്കും. അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയില് ഞാനൊരു ചോദ്യം അയച്ചിരുന്നു. അതിനും മറുപടി കണ്ടില്ല. ചോദ്യത്തിൽ കഴമ്പില്ലായിരിക്കും. അതായിരിക്കും. പൂങ്കിനാവ് വാരികയ്ക്ക് ഒരു നിലവാരമുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കുകയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപൻ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്. അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്നാൽ ഉടനെ പൂങ്കിനാവ് വാരികയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കുടൽമാല പുറത്തിയാടുന്നതിന്റെ ഒക്കെ മനോഹരമായ 5-6 ഫോട്ടോയും കാണും. അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുള്ളതാ. കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ? ഇല്ല. എങ്ങനെയെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. കുഴപ്പം പിടിച്ച കേസുമല്ലോ ആണോ? അമ്മാവനോട് സത്യം പറ, സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്. നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ. സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല. ഇവൻ അങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും. അത്രയ്ക്ക് മൂത്തു. പിന്നെ പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ്. അല്ല, അതുകൊണ്ട് ഇവരെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യം അറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ സാറിയ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് അതെ നമ്മളെ രണ്ടുപേരും കൂടെ ആദ്യ വീട്ടിലേക്ക് ചെല്ലുന്നു. പെൺകുട്ടി ഓഫീസിന് വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല. അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്നത്. അങ്ങോട്ട് പോയി. മീര വന്നോ അമ്മേ? ഇല്ല. ഇത് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ അമ്മാവനാ. വന്നാട്ടെ. അമ്മ അല്ലേ? അതെ. പൂങ്കിനാവ് കാണാറുണ്ടോ? അയ്യോ അമ്മേ, അമ്മ വിചാരിക്കുന്ന ആ കിനാവല്ല. ഇത് പൂങ്കിനാവ് വാരിക. പുള്ളി അതിന്റെ പത്രാധിപനും ഉടമസ്ഥനും ഇല്ല. ഇരുന്നാട്ടെ. എന്റെ അനന്തരവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ അച്ഛൻ അവനെ ഒരു വക്കീലാക്കാൻ ആഗ്രഹിച്ചപ്പോഴും അവന്റെ അമ്മ അവനെ ഒരു എഞ്ചിനീയറാക്കാൻ ആഗ്രഹിച്ചപ്പോഴും ഞാനാ എതിര് നിന്നിട്ടുള്ളത്. അതെ, അവന്റെ സ്വഭാവത്തിലെ ആ ഒരു പോലീസ് കണ്ണ് കണ്ടെത്തത് ഞാനാ. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. എന്റെ അനന്തരവനും ആ ജനസിൽപ്പെട്ടവനാണല്ലോ. എന്നെ പോലെ ധീരനുമാണ്. ഞാൻ വാരികയെക്കൂടെയും അവൻ പോലീസിൽ കൂടെയും അനീതിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ശബ്ദിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാനാണ് ഈ ആലോചന കൊണ്ടുവന്നെന്ന് മീര അറിയണ്ട. ഇഷ്ടപ്പെടില്ല. ഈ കല്യാണം നടന്നാലുള്ള ആഗ്രഹം കൊണ്ടാണേ. ചെറുക്കന്റെ അച്ഛനും അമ്മയും ഇത്തിരി യാഥാസ്ഥിതികരാ. എങ്കിലും എന്റെ അഭിപ്രായം അവഗണിക്കില്ലെന്ന് കരുതിക്കോളൂ. അത് സ്ഥിതിഗതികളൊക്കെ. സ്ഥിതിയിലും ഗതിയിലും ഒന്നും എനിക്ക് താല്പര്യമില്ല. പെൺകുട്ടിയുടെ ജോലിയോ ശമ്പളമോ എന്റെ അനന്തരനെ ആകർഷിക്കാനും ഇടയില്ല. വിവാഹം കഴിഞ്ഞാൽ അവളുടെ ശമ്പളം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയവും വേണ്ട. മക്കളോട് സ്നേഹമുള്ള ഒരമ്മയും അങ്ങനെ വിചാരിക്കില്ല. ഞാൻ പറഞ്ഞത്. വേണ്ട, ഒന്നും ഇനി ഇങ്ങോട്ട് പറയണ്ട. അതല്ല, അവനെ ഇഷ്ടപ്പെടുവോന്നായിരിക്കും. കൊള്ളാം. ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രഥമദൃഷ്ട്യാ കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇഷ്ടപ്പെടാനാണെങ്കിൽ 1000 കാരണങ്ങളുണ്ട് താനും. മാമേ,
അമ്മ എന്ന് വെച്ചിട്ട് ചായ ഇട്. എല്ലാം മംഗളായി കലാശിക്കും. ചെല്ലേ ചെല്ലേ. സാറേ, ദേ ആ പെൺകുട്ടി വരുന്നുണ്ട്. സാറൊന്ന് ഇംപ്രസ് ചെയ്യിക്കണം. ഞാനിവിടെ എന്നാ ശരിയാവത്തില്ല. ആരാണവൻ? ആരാ അങ്കിൾ? നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ചതിയത്? ആ പെൺകുട്ടിയെ എവിടെ വെച്ചാ നീ പരിചയപ്പെട്ടത്? അത് പ്രേമമാണത്രേ. കല്യാണം എന്ന് പറയുന്നത് ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ? ആ പെൺകുട്ടി ആരാണ്? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുമല്ലോ നീ അന്വേഷിച്ചോ? എന്താ അങ്കിൾ? ചോദിച്ചതിന് സമാധാനം പറ. അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക്? എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. നല്ല കുട്ടിയാണെന്ന് തോന്നി. എങ്ങനെ തോന്നി? എന്തറിഞ്ഞിട്ട് തോന്നി? എടാ, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എവിടുത്തെ പോലീസുകാരനടാ? അങ്കിൾ എന്താ ഉണ്ടായത്? സ്റ്റുപ്പിഡ്. നല്ല ആളാ. മീരയുടെ അമ്മ ചായയും കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല. എന്താ സാറേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ? അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതിരിക്കട്ടെ, ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും? രൂപയോ? അതേടോ, എന്നെ എന്റെ അനന്തരവനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണെന്നാ ഞാൻ ചോദിച്ചത്. ചതിക്കാനോ? സാറേ, ഗോപാലകൃഷ്ണൻ പഠിക്കരുത്. ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല. എടോ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാനും എന്റെ അനന്തരവനും തൽക്കാലം രക്ഷപ്പെട്ടു. കാര്യം എന്താന്ന് വെച്ചാ പറ സാറേ. രാന്ദ്ര, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ. അങ്കിൾ, ഗോപാലകൃഷ്ണൻ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കുകയില്ല. അങ്കിൾ കാര്യം എന്താ വെച്ചാ പറയും. എന്റെ പൂങ്കിനാവില് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ നിനക്കറിയോ? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ. നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ, മീര. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ്. അവൾ 2 മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ഭ്രാന്തിന് ചികിത്സിക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ്. ഇല്ല ഇല്ല സാർ, സാറിന് ചിലപ്പോ ആളെ തെറ്റിയിട്ടുണ്ടാവും. നോ, എനിക്ക് വ്യക്തമായിട്ടറിയാം. എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ കണ്ടുവച്ച പെണ്ണുകൊള്ളാം.